അർജുൻ എം ബി അനാക്കി സെർവർ. യെസ് ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് കേരളാസ് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് അനാക്കി സെർവറായ അർജുൻ എം ബി അനാക്കി സെർവർ. എല്ലാവരും ചാനൽ സബാക്കുക. ലെറ്റ്സ് എൻജോയ് ദ വീഡിയോ ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മളാണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേണ്ട ഇപ്പോൾ നിൽക്കുന്ന അർജുൻ എം ബി അനാക്കി സെർവറിലെ സ്പോണിലാണ്. സ്പോൺ എന്ന് പറയുമ്പം നമ്മുടെ ലാവ് വേൾഡിൻ്റെ സ്പോണില്ല, അത് തന്നെ ലാവ് വേൾഡിൻ്റെ സ്പോൺ. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ പ്ലെയേഴ്സ് ഉണ്ട്. നമ്മളിപ്പം പ്ലെയേഴ്സിന് ആകെപ്പാടെ 80 പേർക്ക് നമുക്ക് അനാർക്കി സെർവറിൽ കയറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഞാൻ 20ാമത്തെ ക്യൂവിലാണ്. അപ്പോൾ 100 പേരെങ്ങാണ്ട് ഉണ്ട് ഇപ്പോൾ മൊത്തം ഇതിനകത്ത് സെർവറിനകത്ത് തന്നെ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സെർവറിൽ കയറാൻ പറ്റും. ആദ്യം ഇത് ജാവയ്ക്ക് മാത്രമാണ്, പക്ഷേ നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണാൻ നേരം ഇത് ബെഡ്റോക്ക് പ്ലേയേഴ്സിനും പറ്റുമായിരിക്കും. അപ്പം ഞാൻ എന്തായാലും ഇവിടെ മൊത്തം ഒന്ന് കാണിച്ചു തരാം. അപ്പം നിങ്ങളെന്തായാലും ഈ സെർവറിൽ കയറുന്നുണ്ടെങ്കിൽ ഞാൻ IP ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങളെല്ലാവരും അത് വെച്ച് കയറുക. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ സ്പോണ്. നമ്മുടെ അവിടെ ലാവ് വേൾഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഏതാണ്ട് തോന്നുന്നു വലിയൊരു ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കൊണ്ട് ഇവിടെ എല്ലാം ബിൽഡിംഗ് ഉണ്ട്. നമുക്കിവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തൊന്നുമില്ല, പക്ഷേ ഇഷ്ടംപോലെ പ്ലേയേഴ്സൊക്കെ ഉണ്ട് ഇവിടെ തന്നെ. നമ്മളിപ്പം ഇവിടെ ക്യൂ നിന്ന് കയറിയാലേ നമുക്ക് കയറാൻ പറ്റുള്ളൂ. ഇപ്പോൾ എത്രയായി ക്യൂ? ഇപ്പോൾ അവിടെ 18ാമത്തെ ക്യൂ. ഇനിയിപ്പോൾ ആ 18 പേര് ഇറങ്ങിയാലേ എനിക്കിപ്പോൾ കയറാൻ പറ്റുള്ളൂ. നമുക്കല്ലാണെങ്കിൽ ബെഡ് വാർസ് കളിക്കാൻ പോകാം. ഇപ്പോൾ ക്യൂ നിൽക്കുന്ന ഇടയ്ക്ക് നമുക്ക് വേണേൽ ബെഡ് വാർസ് കളിക്കാൻ പോകാം. അവിടെ ആൾക്കാർ കാണും. ഗൈസ്, ഞാൻ ഈ ക്യൂ ഒന്ന് കഴിയട്ടെ, എന്നിട്ട് നിങ്ങളെ കാണിക്കാം. അപ്പോൾ നമ്മൾ ആണ്ടെ ക്യൂ എല്ലാം കഴിഞ്ഞിട്ട് നമ്മളാണ്ടെ ഇവിടെ ഒരു സ്പോണിൻ്റെ അടുത്തൊരു ലാൻഡ്. ഇതല്ല സ്പോണാണ്ട് അവിടെ എവിടെയോ ആയിട്ടൊരു ബെഡ് റോക്കിന് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ അവിടെ പോർട്ടലൊക്കെ അവിടെ സെറ്റാക്കി വെച്ചു. ഇവിടെ മൊത്തം പൊട്ടിച്ചിട്ടേക്ക്. ഇതിപ്പോൾ തുടക്കം ഫസ്റ്റ് ഇപ്പോൾ ഇത്ര 5-6 ദിവസം ആയതുള്ളൂ. അപ്പോഴത്തേക്കിനും ഇവിടെ ഇത്ര ആയി. ഇനിയിപ്പോൾ കണ്ടോണം. ഞാൻ റെഡ് ഡിസ്റ്റൻസ് കൂട്ടിയാൽ കാണും. അവിടെ എവിടെയൊക്കെ ഉണ്ട്. നിങ്ങൾ സ്പോൺ ആകുമ്പോൾ അവിടെ ഒരു ബെഡ് റോക്കിന് പ്ലാറ്റ്ഫോം ഉണ്ട്. അതിൻ്റെ മേളിലെ സ്പോണകത്ത് കുറച്ചും കൂടെ ഒന്ന് കൂട്ടിയിട്ട് നോക്കാം, ചിലപ്പോൾ കാണാൻ പറ്റുമോ. അവിടെയൊക്കെ ഇഷ്ടംപോലെ പ്ലേയേഴ്സൊക്കെ ഉണ്ട്. ഇപ്പോൾ എല്ലാവരും ജോയിനായി എല്ലാവരെയും കൊന്ന് കില്ലെടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. ഇപ്പോൾ താഴെ നോക്കിയൊക്കെ തന്നെ കാണാം, ചാറ്റിനകത്ത് തന്നെ കുറേ പേരൊക്കെ ചാവുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ പോർട്ടലിനകത്തോട്ട് കയറാം. എന്തായാലും ഇവിടെ ഞാൻ ഒന്ന് പോയായിരുന്നു. അപ്പോൾ ഇവിടെ ഒന്നും അടുത്തൊന്നും ലാൻഡൊന്നും ഇല്ല. ഇത് മാത്രം, ഇവിടെ വുഡൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ നല്ലൊരു സ്പോൺ തന്നെയാണ് നമുക്ക് കിട്ടിയത്. എന്നാ വെച്ചാൽ നമുക്ക് ഇവിടെ ആകുമ്പോൾ വുഡ് കിട്ടും. ഇനിയിപ്പോൾ സ്റ്റോൺ മൈൻ ചെയ്ത് നമുക്ക് അങ്ങോട്ട് പോയാൽ മതി. ഇവിടുത്തെ മരങ്ങളെല്ലാം വെട്ടിയിട്ടേക്കുവാണ്. അടിപൊളി. ഇഷ്ടംപോലെ എൻഡർമാനുണ്ട്. കണ്ണി നോക്കിയാൽ നമ്മളിപ്പോൾ പടമാകും. വുഡുണ്ടോ? ഇവിടെ അവിടെ സ്റ്റോണൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ വുഡില്ലെന്ന് തോന്നുന്നേ. ഗൈസ്, ഇവിടെ എങ്ങും ഒന്നുമില്ല. നമ്മൾ ഇനിയിപ്പം എവിടെ പോയി വുഡ് എടുക്കുവാവും. നല്ല ലാഗ് ഉണ്ട് കേട്ടോ, സെർവർ നല്ല ലാഗ് ഉണ്ട്. ഞാൻ എന്തായാലും ഒന്ന് ബാക്ക് അടിക്കട്ടെ, എന്നിട്ട് കയറാം. നമ്മളപ്പോൾ ലോഗിൻ ചെയ്തു. ഇപ്പോൾ ലാഗൊക്കെ മാറിയിട്ടുണ്ട്. ഞാൻ അടുത്ത് എൻ്റെ ഫോണിൻ്റെ ലാഗായിരിക്കും, പക്ഷേ അല്ല. അതെ എൻ്റെ ഫോണിൻ്റെ ലാഗ് തന്നെയാണ്. നമ്മുടെ 28 ഇതിലൊക്കെ ഇട്ടേക്കുന്നത് റെൻഡർ ഡിസ്റ്റൻസ്. അത് കുറയ്ക്കാൻ നമ്മൾ മറന്നുപോയി. ഇപ്പം ഇവിടെ വുഡുണ്ട്, രക്ഷപ്പെട്ടു. അപ്പോൾ നമുക്ക് എന്തായാലും ഈ വുഡൊക്കെ ഒന്ന് മൈൻ ചെയ്യട്ടെ. നമ്മളപ്പോൾ കുറേ നേരം ആകാണ്ട് ഇവിടെ മൈൻ ചെയ്ത് നമ്മളൊന്നും കൂടെ ചത്തിട്ടുണ്ട്. അടിപൊളി. നമ്മൾ എന്നാ വെച്ചാൽ നമ്മൾ ബ്ലോക്ക് വെച്ച് പോകുമായിരുന്നു. അപ്പോൾ കറക്റ്റ് ലാവയിലോട്ട് നമ്മൾ വീണ്. അപ്പം എന്തായാലും നല്ലതായിരുന്നു തുടക്കത്തിൽ നമ്മൾ ചാകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അകത്തോട്ട് കയറാം. നമ്മളിപ്പോൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി കുറേ ലാൻഡൊക്കെ മാറി ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ഏതാണ്ട് കാണുന്നു. ബേസ് വല്ലതും ഉണ്ടോ? ബേസായിട്ടൊന്നുമില്ല, എല്ലാവരും മൈൻ ചെയ്ത് പോയേക്കുന്നതൊക്കെ ഉള്ളൂ. അവിടെ ഒരു മൈൻ ഷാഫ്റ്റൊക്കെ കാണുന്നുണ്ട്. നമുക്കൊക്കെ മൈനിങ്ങിനൊക്കെ പോകണം, പക്ഷെ നമ്മുടെ കയ്യിൽ ആവശ്യത്തിനുള്ള റിസോഴ്സ് ഒന്നുമില്ല. ഞാൻ ചുമ്മാ ഇങ്ങനെ ഓടി വരുമായിരുന്നു. എല്ലാവരും കൊല്ലാൻ വേണ്ടി നോക്കും. അപ്പോൾ നമ്മളെന്തായാലും തന്നെ ഇവിടെ വന്ന് നമുക്ക് ഇവിടുന്ന് കൂടെ കുറച്ച് മരം വെട്ടിയെടുക്കാം പെട്ടെന്ന്. നമ്മൾ മരം വെട്ടി തീരുമെന്ന് തോന്നുന്നേ. ഗൈസ്, നമ്മളാണ്ട് ഒരുത്തനെ കൊന്നെടുത്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മളിവിടെ നോക്കിയപ്പോൾ ഒരുത്തനോട് അനങ്ങാൻ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവനെ കൊന്നു. പക്ഷെ അവൻ എന്നിട്ട് നെറ്റ് വന്നെന്ന് തോന്നുന്നു പെട്ടെന്ന്. അപ്പോഴത്തേനും നമ്മളെ അടിക്കാൻ നോക്കി. പക്ഷേ അതിന് മുമ്പ് നമ്മൾ കൊന്നിട്ടുണ്ട്. നമ്മൾ സ്റ്റോൺ വെച്ച് കൊന്ന്, ഡയമണ്ട് ആർമർ ഉള്ളതിന്. എന്തായാലും രക്ഷപ്പെട്ടു. നമുക്കപ്പം മൈനിങ്ങിനൊന്നും പോകാതെ തന്നെ അത്യാവശ്യത്തിനുള്ള ആർമറും ടൂൾസും എല്ലാം കിട്ടിയിട്ടുണ്ട്. ടൂൾസ് ഇല്ല, ഡയമണ്ട് ഉണ്ട് 29. അപ്പോൾ നമുക്ക് എന്തായാലും ടൂൾസൊക്കെ ഉണ്ടാക്കാം. നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഫുഡും കിട്ടി കേട്ടോ. അവൻ പൊട്ടനായതുകൊണ്ട് ഭാഗ്യം, രക്ഷപ്പെട്ടു. നമുക്ക് ആവശ്യത്തിനുള്ള ഡയമണ്ടും മൈനിങ്ങിനൊന്നും പോകേണ്ട ആവശ്യം വന്നില്ല. നമുക്കപ്പോൾ എന്തായാലും ഒരു ആക്സ് ഉണ്ടാക്കിയേക്കാം. എന്നിട്ട് നമുക്ക് ക്രാഫ്റ്റ് ടേബിൾ ഒട്ടിച്ചെടുക്കാം. പിക്കാച്ച് നമുക്ക് ഉണ്ടാക്കണോ? കുറേ വുഡൻ പിക്കാച്ച് ഉണ്ട്. ഇതൊക്കെ ഒന്ന് ഡ്രോപ്പ് ചെയ്താൽ നമുക്കിനി ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്കിനി ഡയമണ്ട് തന്നെ മതി. അതെല്ലാം അവൻ്റെ അകത്ത് കിടന്നു. അവൻ മൈനിങ്ങിന് പോകാൻ തോന്നുന്നു ഇതൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മളെന്തായാലും ഒരു പിക്കാച്ചും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഒന്നിൻ്റെ ആവശ്യമില്ലെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു സ്ഥലം കണ്ടുപിടിക്കണം നമുക്ക് ബേസ് ഉണ്ടാക്കാൻ വേണ്ടി തന്നെ. വേറെ വുഡുണ്ട്. നമുക്കപ്പോൾ എന്തായാലും ഒരു ബോട്ട് ഉണ്ടാക്കി ഇവിടുന്ന് അങ്ങോട്ട് വല്ലതും തുഴഞ്ഞു പോയി നോക്കാം. അങ്ങനെ വല്ലതിലേക്ക് കിട്ടാതിരിക്കത്തില്ല. അപ്പോൾ നമ്മൾ വേണ്ട ഇവിടെ ഒരു കേവ് കണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടുന്ന് താഴോട്ട് മൈൻ ചെയ്ത് വന്ന് നമുക്കിപ്പോൾ വേണ്ട കുറച്ച് ഒബ്സീഡിയൻ കണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അത് മൈൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ വേണ്ട ഇഷ്ടം പോലെ ഡയമണ്ടൊക്കെ നമ്മൾ ചുമ്മാ മൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേണ്ട ഇവിടുന്നാണ് ഡയമണ്ടൊക്കെ മൈൻ ചെയ്ത് കണ്ടോ. ഇവിടുന്ന് താഴോട്ട് നമ്മൾ 2 വഴി കുഴിച്ച് നമ്മളങ്ങനെ പോകുമായിരുന്നു. നമ്മുടെ ഒരു ബെഡ് ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ട ആവശ്യത്തിനുള്ള ഐറ്റംസ്, നമ്മളെ ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട്. അതെല്ലാം നമ്മളാണ് ഇവിടെ ചെസ്റ്റ് വെച്ചിട്ടുണ്ട്. കറക്റ്റ് 16 ബ്ലോക്ക് ഡയമണ്ട് ഉണ്ടായിരുന്നു. അതെന്തായാലും ഒരു നല്ല കാര്യമാണ്.
നമ്മളപ്പോൾ അവിടുന്ന് കുറച്ച് മുന്നോട്ട് കിടന്നപ്പോൾ നമുക്കൊരു ഔട്ട് പോസ്റ്റ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ വിക്കറ്റ്സ് അറിയാതെ നമ്മൾ ഡ്രോപ്പൊക്കെ ഞെക്കി പോകുന്നത്. നമ്മൾ ഹിറ്റ് ബോക്സ് ഞെക്കുമ്പോൾ നമ്മൾ ഡ്രോപ്പൊക്കെ ഞെക്കുന്നത്. ആണ്ട് ഇവിടെ പില്ലേത്തരന്മാരൊക്കെ ഉണ്ട്. പക്ഷേ ഇത് 1.21 ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു റെയ്ഡ് കിട്ടത്തില്ല. ബോട്ടിലായിരിക്കും മറ്റേ സെർവർ 1.21 ആണല്ലോ. അപ്പം നമുക്കപ്പോൾ ഇവിടുന്ന് വലിയ ഉപകാരമൊന്നുമില്ല. അപ്പം നമുക്കൊരു ടീം സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് വേണ്ടി പോവുമായിരുന്നു. നമുക്ക് അവിടെ 3 എതിറേറ്റ് ഇങ്ങോട്ടൊക്കെ നമ്മൾ ചുമ്മാ വെറുതെ മൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഡയമണ്ടൊക്കെ അവിടെ തന്നെ ഉണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഇവിടുന്ന് അങ്ങോട്ട് പോകും. അത് നമ്മുടെ അലയാണെന്ന് തോന്നുന്നു. അതെ അതെ അലയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അതിനെ ഒന്ന് അത് നമ്മുടെ ബേസ് വരെ വരുമോയെന്ന് അറിയത്തില്ല. വെറുതെ ഇമാരെ ഈ കൂട്ടിനകത്ത് കിടക്കണ്ടല്ലോ. മരം അങ്ങ് വറുത്ത് കിട്ടേക്കാം. വേറെ ആരും വന്ന് എടുക്കണ്ട. നമുക്കും കിട്ടത്തില്ല, വേറെ ആർക്കും കിട്ടണ്ട. അത് തന്നെ മരം പൊടിച്ചു വിട്ടേക്കാം. നേരത്തെ ചിലതിനകത്തൊക്കെ അയൺ കോളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് അയണെങ്കിലും കിട്ടിയേനെ. പക്ഷെ ഇപ്പം വലിയ ഉപകാരമൊന്നുമില്ല. നമുക്ക് വേണേൽ ഒരു അയൺ കൊടുത്ത് നോക്കാം. അവന് വേണ്ടെന്ന് അവൻ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ അയണിൻ്റെ പുറകെ ഇങ്ങനെ എങ്ങാണ്ടൊക്കെയാണ് ഇത് പുറകെ വരുമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. നമുക്ക് എന്തായാലും ബേസിലോട്ട് പോകാം. അതായിരിക്കും കുറച്ചും കൂടെ നല്ല കാര്യം. ഇവിടുന്ന് കുറച്ച് ദൂരമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളൊരു വലിയ മണ്ടത്തരമാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ MLG ചെയ്യുമ്പോൾ നമ്മുടെ ഷീൽഡും അറിയാതെ അങ്ങോട്ട് ഇക്കിപ്പോയി. അപ്പോൾ കണ്ടുപോകണം നിങ്ങൾ. അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടുന്ന് അങ്ങോട്ട് താഴെ MLG ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ജാഗുവൊന്നും അറിയത്തൊന്നുമില്ല. അപ്പോൾ അവിടെ ഒരു ഫ്ലാഗുകളൊക്കെ എടുത്ത് നിൽപ്പുണ്ട്. നമ്മൾ വലിയ പ്രോയൊക്കെയാണ്. നമ്മൾ MLG ഒക്കെ നമ്മൾ താഴോട്ട് പോയി കാണിച്ചു തരാം. അടിപൊളി ഗൈസ്. അപ്പോൾ നമ്മളങ്ങനെ ചത്തിട്ടുണ്ട്. ആ ഷീൽഡും കൂടെ അറിയാതെ നമ്മൾ ലെഫ്റ്റ് ക്ലിക്ക് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കിന് ഷീൽഡും കൂടെ അറിയാതെ വന്ന. അപ്പോൾ നമ്മളെന്തായാലും പുതിയ ആർമറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളപ്പം കുറേ മൈനിങ്ങിനൊക്കെ പോയി. നമ്മുടെ പിക്കാച്ചൊക്കെ നമ്മൾ പൊട്ടാറായിട്ടുണ്ട്. നമ്മളപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടീമിനടുത്തോട്ട് പോവുകയാണ്. നമ്മളപ്പോൾ നെതർ വഴി പോകാമെന്ന് വെച്ചാൽ അതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം. 1-2 ലക്ഷം ബ്ലോക്ക് എങ്ങാണ്ടൊക്കെ ഉണ്ട്. അപ്പം എന്തായാലും നമുക്ക് ഓവർ വേൾഡിൽ കൂടെ പോകുമ്പോൾ അത് കുറേ ഉണ്ടായിരിക്കും. അപ്പം നെതറിലൂടെ തന്നെ ഉണ്ട് അത്രയും ബ്ലോക്ക്. അപ്പോൾ എന്തായാലും നമുക്ക് അവിടം വരെ സ്പീഡിൽ പോകാം. നമ്മുടെ ആവശ്യത്തിനേ ഉള്ളൂ ഫുഡ്. നമുക്ക് എന്തായാലും അവിടെ ചെന്നിട്ട് കാണിക്കാം. അപ്പോൾ നമ്മൾ വേണ്ട അവിടുന്ന് ഒരു കോർഡിനേറ്റ്സ് കിട്ടിയായിരുന്നു. അപ്പോൾ നമ്മൾ അവിടുന്ന് ഒരു പോർട്ടൽ വെച്ച് കയറിയപ്പോഴത്തേക്കും ഒരു ട്രയൽ ചേമ്പറിലോട്ട് കറക്റ്റായിട്ട് കയറിയിട്ടുണ്ട്. ഇത് ബ്ലേസ് റോഡല്ല, നമ്മുടെ ബ്രീസ് റോഡാണ്. ഞാൻ 1.20.1 കളിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ കാണിക്കുന്നത്. നമുക്കുണ്ടോ വിൻഡ് ചാർജ് അതൊക്കെ ഉണ്ട്. സ്നോബോളൊക്കെയാണ് കാണിക്കുന്നത്. അതൊക്കെ നമ്മൾ മറ്റേ 1.21 ആക്കുമ്പോഴേ ഇതൊക്കെ കറക്റ്റായിട്ട് ആകത്തുള്ളൂ. ഇവിടുന്ന് പിന്നെ അത്യാവശ്യം ലൂട്ടൊക്കെ കിട്ടും കേട്ടോ. ഇതിനകത്തുനിന്ന് ഈ ഡിസ്പെൻസറിനകത്തുനിന്ന് നമുക്ക് ഇഷ്ടംപോലെ ആരോയും പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ കോപ്പറൊക്കെ എടുത്തുകൊണ്ട് നമ്മുടെ ബേസൊക്കെ ഡിസൈൻ ആക്കാൻ. പിന്നെ ഇതാണ് നമ്മുടെ ബ്രീസ്. നമ്മുടെ എന്ന് വെച്ചാൽ ബ്ലേസ് റോഡിനെ പോലെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇത് വേറൊരു സ്ട്രക്ചറാണ് അതിനുള്ളത്. ഞാൻ പറഞ്ഞല്ലോ വേർഷൻ വേറെയാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇതിനെ കൊല്ലാൻ ഭയങ്കര പാടാണ്. പക്ഷേ ഒത്തിരി ഡാമേജ് വരുന്നില്ല. പക്ഷേ ഇത് ഭയങ്കരമായിട്ട് വിൻഡ് ചാർജ് വിടുന്നുണ്ട്. നമുക്കപ്പോൾ 4 ബ്ലേസ് റോഡുണ്ട് ഇപ്പോൾ തന്നെ. നമ്മളാണ്ട് ഇവിടെയാണ് പോർട്ടൽ കറക്റ്റായിട്ട് സ്പോണായി. നമ്മളൊരു ബെഡ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഐറ്റംസൊക്കെ നമ്മൾ കണ്ട് ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ഈ ഫയർ ചാർജൊക്കെ അവിടെ നിന്ന് കിട്ടിയാണ്. ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഇപ്പോൾ അവിടെ ഡയമണ്ട് ബ്ലോക്കൊക്കെ നമുക്ക് തിരിച്ച് കിട്ടി. അത് ഒരു തരത്തിൽ നമ്മൾ മൈൻഡ് ചെയ്തെടുത്താണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ബേസിലെത്തിയിട്ടുണ്ട്. നമ്മൾ ദാണ്ട് ഇവിടെ ഒരു സ്കെലറ്റൻ സ്പോണറൊക്കെ കാണാം. നമ്മളിപ്പോൾ HP കളക്ട് ചെയ്യാനൊക്കെ. അപ്പോൾ ഇത് നമ്മുടെ തീമാണ് ലോഡ് HD എന്ന് പറയുന്നത്. ഇവിടെ ഒരു എൻജാനിങ് ടേബിൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇഷ്ടം പോലെ ഷുഗർ കെയിനും മാനുവലായിട്ട് നട്ടു വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്നാണ്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ഓട്ടോമാറ്റിക് ഷുഗർ കെയിനും ഫാം ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ടീമേറ്റ്സ് ചെയ്തേക്കുന്നതാണ്. ഇവിടെ ഈ ഷുഗർ കെയിനും ഫാമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തോളൂ. പിന്നെ ദാണ്ട് ഇവിടുന്ന് മേലോട്ട് പോകുമ്പോൾ നമുക്കൊരു മോപ്പ് സ്പോണർ കിട്ടിയായിരുന്നു അവിടുന്ന്. അപ്പോൾ നമ്മൾ അതിനെ നമ്മൾ SP ഫാം ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആർമർ സെറ്റ് ചെയ്യാൻ വേണ്ടി രണ്ട് ഫാം ഉണ്ടാക്കിയാണ് കണ്ടോ. ഇവിടെയൊക്കെ സ്പോണറുണ്ട്. പിന്നെ പ്രത്യേകിച്ച് വേറെ ആയിട്ടൊന്നും ഇല്ല ഇവിടെ തന്നെ. നമ്മളിപ്പം നമ്മുടെ ആർമർ സെറ്റാക്കാൻ വേണ്ടി നമ്മുടെ ND5 ഒക്കെ വരുന്നുണ്ട്. അപ്പം ആർമർ സെറ്റാക്കാൻ വേണ്ടി മാത്രം ഒരു ബേസ് വരെ ഉണ്ടാക്കിയാണ്. ചിലപ്പോൾ ഇത് നമ്മൾ കണ്ടിന്യൂ അല്ലെങ്കിൽ നമ്മൾ പുതിയൊരു ബേസ് ഉണ്ടാക്കും. പിന്നെ അതുകൊണ്ട് ഇവിടെയൊക്കെ കുറേ ചെസ്റ്റൊക്കെ ഇവിടെ അടുക്കി വെച്ചിട്ടുണ്ട്. എല്ലാം ഫുള്ളായിട്ടുണ്ട്. നമ്മൾ കുറച്ച് ദിവസം കളിച്ചേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇവിടുന്ന് താഴോട്ട് ലഷ്കേവാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് താഴോട്ടൊക്കെ മൈൻഡ് ചെയ്തത് ഇതൊക്കെ നമ്മുടെ ടീമേറ്റ്സ് ചെയ്താണ്. അപ്പം ടീമേറ്റ്സിൻ്റെ പേരെന്ന് പറയുമ്പോൾ എക്സ്പെയിൻ വെയിറ്റ് ചെയ്യുന്നത്. അപ്പം എല്ലാവരും പോയി ചാനൽ സബ്ബാക്കുക. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. അപ്പം അവൻ്റെ ചാനൽ സബ്ബാക്കുക. ക്രിസ്റ്റൽ PP ഒക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ബേസൊക്കെ പകുതിയൊക്കെ അവനാണ് ഉണ്ടാക്കിയത്. പിന്നെ സാൻസോ എന്ന് പറഞ്ഞ ഒരുത്തനും. പിന്നെ നമുക്ക് ഇവിടുന്ന് താഴോട്ട് നമ്മളൊരു എലിവേറ്ററൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. വാട്ടർ എലിവേറ്റർ മേലോട്ട് വരാനും താഴോട്ട് വരാനും നമുക്ക് ഓരോ. പിന്നെ ഇവിടുന്ന് മേലോട്ട് പോയാൽ നമ്മുടെ ഏറ്റവും മേലോട്ട് ചെല്ലും.
അപ്പോൾ നമുക്ക് ഇവിടെ താഴ്ത്തി കാണാം, അവിടെ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതേണ്ട ഇതാണ് നമ്മുടെ ചെറിയൊരു ബേസ് എന്ന് പറയുമ്പോൾ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആർമർ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ബേസ്. ഇഷ്ടം പോലെ ഐറ്റംസ് ഒക്കെ ഉണ്ട്, അതെല്ലാം നമ്മുടെ ചെസ്റ്റൊക്കെ ഭയങ്കരമായിട്ട് ഫുള്ളായിട്ടിരിക്കുവാണ്. പിന്നെ ഇവിടെ ചെറിയൊരു ട്രേഡിംഗ് ഹാൾ ഒരു സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ വേറെ വലിയ കാര്യത്തിനൊന്നുമില്ല, പിന്നെ അവിടെയൊക്കെ ഇഷ്ടംപോലെ വില്ലേജസ്മാരൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ചെറിയൊരു അയൺ ഫാം സെറ്റ് ആക്കിയിട്ടുണ്ട്, നമുക്ക് ആവശ്യത്തിനുള്ള അയണൊക്കെ ഇവിടെ തന്നെ കിട്ടും. അയൺകോളൊക്കെ സ്പോൺ ആകുന്നതൊക്കെ ഉണ്ട്. വില്ലേജർമാർ ഇവിടെ സെറ്റൊക്കെയാണ്. ചെറിയൊരു അയൺ ഫാം നമുക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള അയൺ ഫാം ആയിരുന്നു. നമുക്ക് പിന്നെ ആനുവലൊക്കെ ഉണ്ടാക്കണ്ടേ, അതിന് വേണ്ടിയുള്ള അയൺ ഫാം. പിന്നെ ഇവിടെ ആയിട്ട് വലിയതായിട്ടൊന്നുമില്ല. നമുക്ക് അവിടെ ഒരു ക്രീപ്പർ ഫാം ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. വലിയ എഫിഷ്യൻ്റ് ഒന്നും അല്ല, പക്ഷേ ആവശ്യത്തിന് ഇത് വരുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് റോക്കറ്റൊക്കെ ഉണ്ടാക്കണം. നമ്മുടെ എലേറ്റർ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് പിന്നെ റോക്കറ്റിൻ്റെ ഒക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടി മാത്രമായിട്ട് ഒരു ചെറിയൊരു ക്രീപ്പർ ഫാം. ഇത് പക്ഷേ ഈ കേവിനകത്തായതുകൊണ്ട് തന്നെ ഭയങ്കര എഫിഷ്യൻ്റ് ഒന്നുമല്ല, പക്ഷേ കുറച്ചൊക്കെ കിട്ടുന്നൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ടീംമേറ്റ്സ് സയൻസോ ആണെന്ന് തോന്നുന്നു, അവനവിടെ അവിടെ ഒരു റെയ്ഡ് ഫാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ 1.21 ആയതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് ഉപയോഗിക്കാമെന്ന് അറിയത്തില്ല. അതുമല്ല നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല, കാരണം 1.21 ഉണ്ടാക്കിയാലേ ഇത് വർക്ക് ആവത്തുള്ളൂ. അപ്പം നമ്മളെന്തായാലും അവനൊരു ടോട്ടോ ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് എന്തായാലും നമ്മുടെ ഓഫ് ഹാൻഡിൽ പിടിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ഐറ്റംസൊക്കെ അവിടെ നിന്നൊക്കെ കിട്ടി. നമ്മളപ്പോൾ അതെല്ലാം എടുത്തുകൊണ്ട് നമ്മുടെ ബേസിലോട്ട് പോവുകയാണ് വീണ്ടും. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ആർമർ നമുക്കൊന്ന് നെതറേറ്റ് ആക്കണം. നമ്മുടെ കയ്യിലപ്പം ടോട്ടം ഒരെണ്ണേ ഉള്ളൂ. നമ്മളപ്പോൾ ടോട്ടം പൊട്ടിക്കാതെ നോക്കണം. അപ്പോൾ അതിന് മുമ്പ് നമ്മളൊരു ആർമർ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ നമ്മളെന്തായാലും കണ്ട് ഇവിടെ നെതറേറ്റ് മൈൻ ചെയ്യാൻ വന്നിട്ടുണ്ട്. നമ്മുടെ ആർമർ ഡയമണ്ടൊക്കെ സെറ്റായിരുന്നു. അപ്പം നെതറേറ്റ് നമുക്കൊന്ന് മൈൻ ചെയ്ത് നമുക്ക് അതൊന്ന് അപ്ഗ്രേഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്തായാലും നേരെ പോവുക, റിസോഴ്സ് പാക്കിൽ പോയിട്ട് നമ്മുടെ എക്സ്റേ അങ്ങോട്ട് ഓൺ ആക്കുക. അതായിരിക്കും നമുക്ക് കുറച്ചും കൂടെ നല്ലത്. എന്നാ വെച്ചാൽ അനാർക്കി സെർവറാണ്, അപ്പോൾ നമുക്ക് എക്സ്റേ ഒക്കെ അലോഡഡ് ആണ്. അപ്പോൾ നിങ്ങളെന്തായാലും സർവൈവൽ വേൾഡിലൊന്ന് ഓൺ ആക്കാതിരിക്കുക. എക്സ്റേ ഇപ്പോൾ നമ്മുടെ അനാർക്കിയിലൊക്കെ വർക്കാണ്. നമ്മളെ എക്സ്റേ വർക്ക് ആയതാണ്. അവിടെയൊക്കെ ഇഷ്ടം പോലെ ഏഷ്യൻ ഡെബ്രീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊക്കെ മൈൻ ചെയ്യാം. ക്വാർട്സും ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് HP വേണമെങ്കിൽ ഇവിടെയും വരാം. അപ്പോൾ നമ്മുടെ നെതറൈറ്റ് ഇങ്കട്ട് നമ്മളിവിടെ ഉണ്ടാക്കാം. നമ്മൾ കുറച്ച് ഗോൾഡ് മൈൻ ചെയ്ത് നമ്മൾ കാണാൻ ഇപ്പോൾ കറക്റ്റ് 6 ഇങ്കട്ട് സെറ്റായിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇനിയും ഉണ്ടാക്കാം. നമ്മുടെ ഗോൾഡും ഉണ്ട്, നമ്മുടെ സ്ക്രാപ്പും ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ആർമറൊക്കെ നമുക്കൊന്ന് ഇതെടുത്ത് ചെയ്തേക്കാം. നമ്മുടെ നെതറൈറ്റ് ആർമറൊക്കെ ഇവിടെ ആവശ്യമുള്ള സാധനമാണ്. നമുക്കപ്പോൾ നമ്മുടെ ആർമറും വെച്ച് നമ്മുടെ ടെംപ്ലേറ്റിൻ്റെ ആവശ്യമുണ്ട്. നമ്മളപ്പോൾ ആ കാര്യം മറന്നു പോയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ടെംപ്ലേറ്റ് ഉണ്ട് ഒരെണ്ണം, പക്ഷേ അതിനുള്ള ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനുള്ള ഡയമണ്ട് ഉണ്ടോ എന്ന് അതാണ് സംശയം. അപ്പോൾ നമ്മുടെ ഈ നെതറാക്ക് എടുക്കുക. ടെംപ്ലേറ്റ് നമുക്കപ്പോൾ എത്രണ്ണം ഉണ്ടാക്കാൻ പറ്റുമോ? ഒരെണ്ണം പറ്റുമോ? 2 ഇപ്പം ഇനിയും പറ്റത്തില്ലെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും പോയി കുറച്ചും കൂടെ ഒന്ന് ആർമർ ഇട്ടിട്ട് നമ്മുടെ ഡയമണ്ട് കുറച്ചും കൂടെ ഒന്ന് പോയി മൈൻ ചെയ്യാം. അപ്പോൾ നമ്മൾ നമ്മുടെ മൈനിങ് കംപ്ലീറ്റ് ആയിട്ട് നമ്മളിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ ഇഷ്ടം പോലെ ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ ഒരു സ്റ്റാക്കോളം ഡയമണ്ട് ഓറ കിട്ടിയിട്ടുണ്ട്. നമ്മൾ സിൽട്ടച്ച് വെച്ചാണ് നമ്മൾ മൈൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു സ്റ്റാക്ക് ഒരു 9 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊക്കെ ഒന്ന് ഫോർച്യൂൺ ചെയ്തെടുക്കാം. നമ്മുടെ ഫോർച്യൂൺ പിക്കാച്ച് ഉണ്ട്. നമ്മുടെ അപ്പോൾ ഇത് ഓഫ് ഹാൻഡിൽ പിടിച്ചിട്ട് നമുക്കത് ഫോർച്യൂൺ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ആടെ ആവശ്യത്തിന് അധികം ഡയമണ്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടെംപ്ലേറ്റിന് ഉണ്ടാക്കാം, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഇപ്പോൾ എത്രണ്ണം? ഇപ്പോൾ നമുക്കാടെ 4 സെറ്റായി. ഇപ്പോൾ നമുക്ക് എന്തായാലും ഒരു 6 ഉണ്ടാക്കി നമുക്ക് വെക്കാം. 6 ഒരു 7 വെക്കാം. അപ്പോൾ നമ്മുടെ ആർമർ നമുക്ക് ഊരിയിട്ട് നമുക്കിത് നെതറേറ്റ് ആക്കി എടുക്കാം. നമുക്കപ്പോൾ ഒരു അഡ്വാൻസ്മെൻറ്റ് ഇപ്പോൾ കിട്ടി. നമ്മുടെ ടെംപ്ലേറ്റ് വെച്ചു, നമ്മുടെ പാൻസ് ആക്കി, ഹെൽമെറ്റ് ആക്കി, നമ്മുടെ ചെസ്റ്റ് പ്ലേറ്റ് ആക്കി, നമ്മുടെ ബൂട്ടും കൂടെ ആക്കുമ്പോൾ നമുക്കാണ്ട് ഗവർമീൻ ഡെബിൾസ് അഡ്വാൻസ്മെൻറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കപ്പോൾ എന്തായാലും നമ്മുടെ ആർമർ ഒന്ന് ഇക്വിപ്പ് ചെയ്തേക്കാം ഗൈസ്. ഇപ്പോൾ നമ്മുടെ കുറച്ചും കൂടെ ഒരു ഭംഗിയായിട്ടുണ്ട് നമ്മളെ കാണാൻ വേണ്ടി നമ്മൾ ആർമർ ഇട്ടപ്പോൾ. അപ്പോൾ നമുക്കിനി നല്ലൊരു പ്രൊട്ടക്ഷൻ അപ്പോൾ നമ്മൾ സെറ്റ് ആയിട്ട് നമുക്കിനി കുറച്ചും കൂടെ ടോട്ടം കൂടെ സെറ്റാക്കിയാൽ മതി. ഇപ്പോൾ എന്തായാലും നമ്മുടെ ചാറ്റിൽ ഇപ്പോൾ നല്ല എന്തെങ്കിലും വന്നു കാണും. നമുക്കൊന്ന് നോക്കാം. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ AJ ഗെയിമിൽ നിന്നാണ് ഇവിടെ മെസ്സേജ് വരെ വന്നു കാണും. നമ്മളിപ്പോൾ കർമി ഡെബ്രിസ് വന്നപ്പോഴേ അവന്മാരൊക്കെ മെസ്സേജ് ഇട്ട് തുടങ്ങി. നമുക്കൊരു ഹായ് കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന നേരം കുറേ നാൾ കഴിഞ്ഞ് സെർവർ തുടങ്ങി കുറേ നാൾ കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ കാണുന്നത്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് താമസം വന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ സെർവറിൽ കയറാൻ നോക്കുക. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഇവിടെ തന്നെ കണ്ടോ, ഇഷ്ടം പോലെ. ഇപ്പോൾ തന്നെ 80 പേര് ഓൺലൈനിൽ തന്നെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ.